നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിലെ ജോലിക്കാരൻ ഒടുവിൽ വെറുപ്പിൻ്റെ കടവിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറി. സന്ദീപ് ജി വാര്യരുടെ വാക്കുകളാണിത്. കോൺഗ്രസ് ക്യാമ്പിലെത്തി കൈപിടിച്ച് സന്ദീപ് വാര്യർ പറയുന്നു, ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം കെ സുരേന്ദ്രനാണ്. ബി.ജെ.പിയുടെ കേരളത്തിൻ്റെ ശത്രു ബി.ജെ.പി നേതാക്കൾ തന്നെയാണ്. അതൊരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് സന്ദീപ് വാര്യരുടെ ഈ ചുവടുമാറ്റം. സന്ദീപ് വാര്യർ പോയത് നന്നായി എന്ന് കരുതുന്നവർ ഏറെയുണ്ട് ബി.ജെ.പി നേതൃത്വത്തിൽ. അവർക്കൊക്കെ ഒരു തലവേദനയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ ട്വിസ്റ്റ്. ഇത് കോൺഗ്രസിന് വലിയ മുന്നേറ്റമൊരുക്കും എന്നതിൽ സംശയം വേണ്ട. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു സുവർണഘട്ടമായിരുന്നു. ഏതു വിധേനയും ആ സീറ്റ് പിടിച്ചെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും പാർട്ടിക്ക് മുന്നിലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം പോലും പാലക്കാട് ചില ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് പാവം ബി.ജെ.പി അണികൾ വിശ്വസിച്ചു. എന്നാൽ നേതാക്കൾക്ക് താല്പര്യം മറ്റു പലതുമാണ്. പാലക്കാട് നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ് സി കൃഷ്ണകുമാർ. എന്നാൽ ഏറെ ഇടുങ്ങിയ മനസ്സിൻ്റെ ആളാണ് കൃഷ്ണകുമാർ എന്നുറപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കാഴ്ചകൾ. അതിൻ്റെ അനന്തരഫലമാണ്, ദുരന്തമാണ് സന്ദീപ് വാര്യരുടെ പടിയിറക്കം. ബി.ജെ.പി നേതാക്കൾക്കും അണികൾക്കുമൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, കൈക്കൂലിക്കാരൻ, പെണ്ണുപിടിയൻ എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് വാര്യരെ അപമാനിക്കാം. എങ്കിലും സന്ദീപ് വാര്യർക്ക് കേരളത്തിൽ നിരവധി ആരാധകരുണ്ട് എന്നത് വ്യക്തമാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലാണ് ബി.ജെ.പിയെ പരസ്യമായി വെല്ലുവിളിച്ച് ഇപ്പോൾ സന്ദീപ് വാര്യർ പടിയിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ബി.ജെ.പി അണികളുടെ നെഞ്ചിൽ തുളച്ചു കയറും. പ്രത്യേകിച്ച് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ. പാലക്കാട് ശ്രീനിവാസൻ വധത്തിൽ എങ്ങനെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടി എന്ന സന്ദീപ് വാര്യരുടെ ചോദ്യത്തിന് മുന്നിൽ തരിച്ചു നിൽക്കാനേ ബി.ജെ.പി കേരള നേതൃത്വത്തിന് കഴിയൂ. അദ്ദേഹം അക്കമിട്ട് വിവരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ. സുപ്രീം കോടതിയിൽ മുതിർന്ന സീനിയർ കൗൺസിലാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത്. എന്നാൽ പ്രോസിക്യൂഷന് വേണ്ടി ഒരു പ്രമുഖ അഭിഭാഷകനെ കളത്തിലിറക്കാൻ പോലും ബി.ജെ.പി നേതൃത്വം ശ്രമിച്ചില്ല. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് 2047 ഇന്ത്യ തങ്ങൾ പിടിക്കും എന്ന തരത്തിലുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ. എന്തുകൊണ്ട് ഇതൊന്നും കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് സന്ദീപ് വാര്യർ ചോദിക്കുന്നു. ഒറ്റുകാർ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അവർ പാർട്ടിയെ ഒറ്റുകൊടുത്തിരിക്കുന്നു. ശത്രുക്കളുമായുള്ള ബാന്ധവം സൂക്ഷിക്കുന്നവരാണ് തൻ്റെ പാളയത്തിലുണ്ടായിരുന്നത്. വെറുപ്പിൻ്റെ കടയിൽ അസഹനീയ ദിനങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത്. ഒടുവിൽ സ്നേഹത്തിൻ്റെ കടയിലെത്തി നിൽക്കുന്നു. ഇത് കോൺഗ്രസ് വികാരമാണ്, രാജ്യത്തിൻ്റെ വികാരമാണ്. ഓരോ മനുഷ്യൻ്റെയും DNA-യിൽ കോൺഗ്രസ് ഉണ്ട് എന്നൊക്കെ സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നു. ശ്രീനിവാസൻ വധത്തിന് തലേദിവസം മറ്റൊരാൾ പാലക്കാട് കൊല്ലപ്പെട്ടിരുന്നു. ആ കൊലപാതകത്തിൽ ഇപ്പോഴും ബി.ജെ.പി പ്രവർത്തകർ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്ന കാര്യം സന്ദീപ് വാര്യർ ഓർമ്മപ്പെടുത്തി. അവരെങ്ങനെ ജയിലറയ്ക്കുള്ളിൽ തുടരുന്നു? മറുഭാഗത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ എങ്ങനെ പുറത്തിറങ്ങി? ശ്രീനിവാസൻ വധത്തിന് തലേദിവസം ബി.ജെ.പിക്ക് ചില മുന്നറിയിപ്പുകൾ കിട്ടി. കേരളത്തിലെ 2 നേതാക്കൾക്ക് നേരെ വധശ്രമം. ഇതിനെക്കുറിച്ച് ശ്രീനിവാസൻ വധത്തിന് തൊട്ടുപിന്നാലെ പാർട്ടി മുന്നറിയിപ്പ് നൽകി. അതിലൊരാൾ താനായിരുന്നു. എന്നാൽ തനിക്ക് അത്തരം മുന്നറിയിപ്പുകൾ നൽകിയില്ല. തന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നാണ് ചിലർ കരുതിയത്. തൻ്റെ ജീവൻ നഷ്ടമായാൽ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം. തീയാളുന്ന വാക്കുകളോടെ കോൺഗ്രസ് വേദിയിൽ നിന്ന് സന്ദീപ് വാര്യർ തൊടുക്കുന്നത് പലതും ഇപ്പോൾ ബി.ജെ.പി നേതാക്കളുടെ ചങ്കിലാണ് പതിക്കുന്നത്. ബി.ജെ.പി അണികൾ തികഞ്ഞ ആശയക്കുഴപ്പത്തിൽ. നേതാക്കൾ അതിനിടയിൽ ചില വിചിത്ര പ്രസ്താവനകളുമായി കളം നിറയുന്നു. സന്ദീപ് വാര്യർ ചതിയനാണ്, അവൻ ഒഴിയുന്നതാണ് നല്ലത്. സന്ദീപ് വാര്യരെ ഏറെ പ്രതീക്ഷയോടെ പ്രതീക്ഷിച്ചിരുന്ന ചില സഖാക്കളുണ്ട്. CPM പാർട്ടിയുടെ MP ഗോവിന്ദൻ മുതൽ AK ബാലൻ വരെയുള്ളവർ സന്ദീപ് വാര്യരെ പുകഴ്ത്തി പറഞ്ഞിരുന്നു. സന്ദീപ് വാര്യർക്ക് സ്വാഗതവും ആശംസിച്ചിരുന്നു. എന്നാൽ സന്ദീപ് കയറിച്ചെന്നത് കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയിൽ. തലക്കനവും ഈഗോയും പിടിച്ച ചില KJP നേതാക്കൾ, അവരാണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് നടന്നു കയറി വന്ന സന്ദീപ് വാര്യരെ പിടിച്ചരികിലിരുത്താൻ ഉത്തരവാദിത്തമുണ്ടായിരുന്നു കൃഷ്ണകുമാറിന്. ഭാര്യയെ വരെ വേദിയിലിരുത്തി കൃഷ്ണകുമാർ പുളയ്ക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സന്ദീപ് വാര്യർ കടന്നു വന്നത്. വേദിയിൽ സീറ്റ് കൊടുത്തില്ല എന്നു മാത്രമല്ല, സന്ദീപ് വാര്യരെ അപമാനിച്ചിറക്കി വിട്ടു.
നേരെ വീട്ടിലേക്ക് പോയി സന്ദീപ് വാര്യർ 6 ദിവസം ഫോൺ പോലും ഓഫ് ചെയ്ത് കാത്തിരുന്നു. ഏതെങ്കിലുമൊക്കെ പാർട്ടി നേതാക്കൾ തന്നെയൊന്ന് ആശ്വസിപ്പിക്കാനായി അവിടെ എത്തുമെന്നാണ് സന്ദീപ് വാര്യർ കരുതിയത്. എന്നാൽ സന്ദീപ് വാര്യർ പറയുന്നു, വെറുപ്പിൻ്റെ കടയിൽ അത്തരം സ്നേഹത്തിന് വിലയില്ല. KJP നേതാക്കൾക്ക് തന്നോട് കലിപ്പാണ്. അതുകൊണ്ട് തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ ഹൃദയം പൊട്ടി ചിലതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. തൻ്റെ അമ്മ മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാത്ത BJP നേതാക്കളെക്കുറിച്ചുള്ള പരാമർശം, ആ മരണ വീട്ടിലേക്ക് എന്തുകൊണ്ട് C. കൃഷ്ണകുമാർ അന്ന് കടന്നു വന്നില്ല എന്ന് സ്നേഹത്തോടെ അത്യധികം ദുഃഖത്തോടെ സന്ദീപ് വാര്യർ ചോദിച്ചു. അതിനും ഉത്തരം വെറുപ്പിൻ്റെ കടയിൽ നിന്ന് മറ്റു തലങ്ങളിലായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയിലെ തലതൊട്ടപ്പന്മാരുടെ കണ്ണിലെ കരട് തന്നെയായിരുന്നു സന്ദീപ് വാര്യർ. എന്തെല്ലാം ആരോപണങ്ങളാണ് സന്ദീപ് വാര്യർക്കെതിരെ മുഴക്കിയത്. സന്ദീപ് വാര്യരും ശോഭാ സുരേന്ദ്രനും മറ്റു ചിലരുമൊക്കെ ചേർന്ന കോക്കസ് ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ കരുക്കൾ നീക്കുന്നു എന്ന ആരോപണമായിരുന്നു തുടക്കം. പിന്നീട് KJP നേതാക്കളുടെ കണ്ണിലെ കരടായി മാറി സന്ദീപ് വാര്യർ, പ്രത്യേകിച്ച് K. സുരേന്ദ്രൻ്റെ മുഖ്യ ശത്രു. പാലക്കാട് C. കൃഷ്ണകുമാർ എന്നും തൻ്റെ ശത്രുവായി സന്ദീപ് വാര്യരെ കണ്ടു മുദ്രകുത്തി. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ ഒതുക്കാനുള്ള പല കളികളും അവിടെ പ്രയോഗിക്കപ്പെട്ടു. ഇതിലൊക്കെ മനസ്സ് നീറി നിൽക്കുന്ന BJP അണികളുണ്ട്, പ്രവർത്തകരുണ്ട്. അവർ നേതാക്കളോട് അരുതേ എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നേതാക്കൾക്ക് താല്പര്യം മറ്റു പലതുമായിരുന്നു. ഒരുത്തനെ വെട്ടി വീഴ്ത്തിയായാലും അയാളെ പാർട്ടിയിൽ നിന്നൊഴിവാക്കി മറുവിഭാഗം കരുത്തു തേടുക എന്ന തന്ത്രത്തിനായിരുന്നു കൃഷ്ണകുമാറും പക്ഷവുമൊക്കെ ശ്രമിച്ചത്. ഒടുവിലിത സന്ദീപ് വാര്യർ ആ കൂടുവിട്ട് പുറത്തു പോയിരിക്കുന്നു. KPCC നേതൃത്വം ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ആ വേദിയിലേക്ക് മുദ്രാവാക്യം വിളികൾക്കിടയിൽ സന്ദീപ് വാര്യർ കടന്നു ചെല്ലുന്നു. അതും ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്കും മണിക്കൂറിന് മുൻപ്. നേതാക്കൾ കൈകൊടുത്തും ഷാളടിയിച്ചും ആലിംഗനം ചെയ്തും സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പൂഴിക്കടകനിൽ ഇപ്പോൾ ഞെട്ടിവിറച്ചു നിൽക്കുകയാണ് പാലക്കാട് BJP സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയുമൊക്കെ. BJPയുമായി മാനസികമായി ഏറെ അകന്ന സന്ദീപ് തിരിച്ചു വരാനുള്ള സാധ്യത പോലും കുറവായിരുന്നു എന്ന നിഗമനത്തിലെത്തിയിരുന്നു സംസ്ഥാന നേതൃത്വം. എന്നിട്ടും സന്ദീപിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത്ര ശക്തമായി BJP നേതാക്കൾ തുടർന്നില്ല. അതിന് പിന്നിലും ചില നീക്കങ്ങളുണ്ടായിരുന്നു, ചരടുവലികളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ RSS നേതാവ് ജയകുമാർ ഒരു അനുനയ ശ്രമവുമായി പാലക്കാടെത്തി. എന്നാൽ അത് വിജയം കണ്ടില്ല. പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം, തൽക്കാലം സന്ദീപ് പാർട്ടിയിൽ സജീവമാകട്ടെ എന്ന നിലപാടാണ് K. സുരേന്ദ്രൻ സ്വീകരിച്ചത്. ഇതിനെ പരസ്യമായി സന്ദീപ് വാര്യർ തള്ളിപ്പറഞ്ഞു. എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത്? സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ താങ്ങ് നമ്മൾ പ്രതീക്ഷിക്കും. എല്ലായ്പ്പോഴും വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സംഘടനയിൽ നിന്ന് പിന്തുണയും സ്നേഹവും പ്രതീക്ഷിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു സന്ദീപ് വാര്യർ. K. സുരേന്ദ്രനും സംഘവുമാണ് താൻ കോൺഗ്രസിലേക്ക് വരാനുള്ള ഏക കാരണമെന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചു സന്ദീപ്. BJP നേതൃത്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കണ്ടുമടുത്താണ് താൻ പാർട്ടി മാറുന്നത്. കരുവന്നൂർ തട്ടിപ്പെതിർത്തതിനാണ് എന്നെ BJP പോലും ഒറ്റപ്പെടുത്തിയത്. ഒറ്റുകാരന്റെ വിശേഷണം ചേരുന്നത് BJP നേതൃത്വത്തിനാണ്, എനിക്കല്ല. BJP പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് പാർട്ടി നേതൃത്വത്തെയാണ് എന്ന് സന്ദീപ് വാര്യർ തുറന്നടിക്കുന്നു. കോൺഗ്രസിന്റെ ആശയമെന്നത് ഇന്ത്യയുടെ ആശയമാണ്. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളുടെയും DNAയിൽ കോൺഗ്രസിന്റെ അംശമുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടതിന്റെ ആഹ്ലാദത്തിലാണ് താൻ എന്നും പ്രസംഗത്തിൽ സന്ദീപ് വാര്യർ ഉറപ്പിച്ചു പറഞ്ഞു. സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചെന്നത് സൈബർ സഖാക്കളെ ചൊടിപ്പിച്ചു. അവർ വിദ്വേഷ പ്രചരണത്തിന്റെ ക്യാപ്സ്യൂളുകൾ എറിഞ്ഞു കളിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. വർഗീയവാദിയായ വാര്യർ ഇപ്പോൾ മതേ തറവാദിയായി എന്നവർ കുറിച്ചിടുന്നു. ഇന്ന് 7 മണിക്കൂറുകൾക്ക് മുൻപ് ഒരു ഫോട്ടോ ഇട്ടിരുന്നു തൻ്റെ ഫേസ്ബുക്കിൽ, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. കോൺഗ്രസ് ക്യാമ്പിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സന്ദീപ് വാര്യരുടെ ഒരു ക്ലിക്ക്. 2 വർഷം മുൻപ് ഈ ലോകത്തോട് എൻ്റെ അമ്മ വിട പറഞ്ഞിരുന്നു. അന്ന് ഞാൻ നിങ്ങളുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, അതായത് പ്രോട്ടോകോൾ പ്രകാരം വേദിയിലിരിക്കേണ്ടയാൾ. എൻ്റെ അമ്മ എന്നത് പോകട്ടെ, സംഘപ്രസ്ഥാനങ്ങൾക്ക് കാര്യാലയം നിർമ്മിക്കാൻ സ്വന്തം വളപ്പിലെ സ്ഥലം കിടക്കയിൽ അസുഖബാധിതയായി കിടന്നുകൊണ്ട് ആവശ്യത്തിനെടുത്തോ എന്ന് അനുമതി നൽകിയ ഒരമ്മ. മരിച്ചു കിടന്നപ്പോൾ പോലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിങ്ങൾ വന്നില്ല. ഇന്ന് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൻ എൻ്റെ വീട്ടിൽ ഓടി വന്നിരുന്നു. ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ആനത്തലവട്ടമാനത്തൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, AA റഹീം, BRM ഷഫീർ, BT ബൽറാം, മുകേഷ് MLA തുടങ്ങി എതിർപക്ഷത്തുള്ളവർ പോലും ഫോണിലൂടെയും നേരിട്ടുമൊക്കെ അനുശോചനങ്ങൾ അർപ്പിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ പോലും എന്നെയോ എൻ്റെ അച്ഛനെയോ നിങ്ങൾ ആശ്വസിപ്പിച്ചില്ല. C. കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് സന്ദീപ് തൻ്റെ പാർട്ടി വിടുന്നത് എന്ന് വ്യക്തം.
കഴിഞ്ഞ കുറേ കാലമായി സന്ദീപ് ജി വാര്യരെ പോലെയുള്ള നേതാക്കളെ ഒന്നുകിൽ അവർ നിശബ്ദരാക്കും, അല്ലെങ്കിൽ പാർട്ടി വിട്ടോടാൻ പ്രേരിപ്പിക്കും. ഇനി പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ പോലും അടിച്ച് ഒരു മൂലയിലിരുത്തും. ഇതൊക്കെയാണ് ചിലരുടെ ശൈലി. ആ ശൈലിയിൽ മനംമടുത്താണ് സന്ദീപ് വാര്യർ പടിയിറങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പാർട്ടി നേതൃത്വത്തോടും മറ്റു പലതിനോടും കലഹിച്ചാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ ഇവിടെ അരങ്ങ് തകർക്കുന്നത്. അവർക്ക് വലിയ ജനകീയ പിന്തുണയുള്ളതുകൊണ്ട് അവരെ തൊടാൻ പാർട്ടിയുടെ ചില നേതാക്കൾക്ക് ഭയമാണ്. ഏറ്റവും വിരുദ്ധമായ ആശയതലത്തിൽ നിന്ന് കോൺഗ്രസ് വേദിയിലെത്തി സന്ദീപ് വാര്യർ ഇനി എങ്ങനെ തന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും? ഈ സംശയം BJPയുടെ ക്യാമ്പിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അതിനുള്ള മെയ്വഴക്കം സന്ദീപ് വാര്യർക്കുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾക്കറിയാം. വെറുപ്പിന്റെ കടയിൽ നിന്നിറങ്ങി പിണറായി വിജയന്റെ കടയിൽ കയറിയില്ലല്ലോ എന്ന ആശ്വാസം മാത്രമാണ് ചില സംഘ അനുകൂലികൾക്ക്. വാര്യരുടെ കണ്ടകശനി തുടങ്ങി എന്ന് പരിഹസിക്കുന്നവരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് മറുഭാഗത്തേക്ക് ചാടിയ P സരിൻ പിന്നീട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി. ഇതിനിടയിൽ നീലപ്പെട്ടി വിവാദം, ധർമ്മരാജന്റെ പേരിലുള്ള കള്ളപ്പണ ഇടപാടുകൾ. എന്തായാലും ധർമ്മരാജന്റെ ഡയറിയിൽ തന്റെ പേരില്ലല്ലോ എന്ന് സന്ദീപ് വാര്യർ ഇന്ന് പരിഹസിച്ചിരുന്നു K സുരേന്ദ്രനെ. തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ചാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പടിയിറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മിന്നൽ സ്ട്രൈക്കിൽ ഞെട്ടിവിറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷവും BJP ക്യാമ്പും. നേരത്തെ ഉയർന്ന ചില വ്യാജ പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കി K സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ C കൃഷ്ണകുമാറിനെ പോലെയുള്ളവർ ഒരിക്കലും തയ്യാറായില്ല. BJPയുമായി ഇടഞ്ഞ സന്ദീപിനെ CPMലേക്ക് കൊണ്ടുവരാൻ AK ബാലന്റെ നേതൃത്വത്തിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. AK ബാലൻ അടക്കമുള്ളവരെ ഇപ്പോൾ തേച്ചൊട്ടിച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് കടന്നിരിക്കുന്നത്. KJPയെ ഭിത്തിയിലൊട്ടിച്ചു എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നു. സന്ദീപ് വാര്യർ തന്റെ മതനിരപേക്ഷ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കട്ടെ, അത് കഴിഞ്ഞാൽ CPMലേക്ക് വരാം എന്നായിരുന്നു ചില CPM നേതാക്കൾ പറഞ്ഞത്. ആ മതേതര നിലപാടൊന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പോഴിതാ സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് കടന്നിരിക്കുന്നു. പാലക്കാട് ഈ ഭൂകമ്പം മറ്റൊരു കോൺഗ്രസ് വിജയമായി മാറുമോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.